സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കൂത്തുപറമ്പ്, തലശ്ശേരി. കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK പ്രവീൺ, UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ, NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാൽ. 2021 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു എത്തിനോട്ടത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അന്ന് കൂത്തുപറമ്പിലെ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിച്ചത്. ഏകദേശം 45.5% വോട്ട് വിഹിതം അദ്ദേഹം കരസ്ഥമാക്കി. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളുണ്ട്. പ്രാദേശിക വികസനത്തിന് നൽകുന്ന പ്രാധാന്യം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം. ഈ ഓരോ ഘടകത്തിലും ഓരോ മുന്നണികളും എപ്രകാരം ജനങ്ങൾ അവരെ വിശകലനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് കൂത്തുപറമ്പിലെ ജനങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത് LDFനാണ്. യുവജന പിന്തുണയുടെ കാര്യത്തിലും LDFും UDFും 1ഉം 2ഉം സ്ഥാനങ്ങൾ അലങ്കരിക്കുകയാണ്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ UDF 1-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തുമായിരിക്കുകയാണ്. നേതൃപാടവത്തിൽ വീണ്ടും LDF 1-ാം സ്ഥാനം, UDF 2-ാം സ്ഥാനത്താണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാം സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ LDF 2-ാം സ്ഥാനത്താണ്. ഈ ഘടകങ്ങളിലൊന്നും BJP 1ഉം 2ഉം സ്ഥാനങ്ങളിലില്ല. 3-ാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇനി സെമിയോട്ടിക്ക AI ഉപയോഗിച്ചുകൊണ്ട് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. കൂത്തുപറമ്പില് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായ PK പ്രവീൺ വ്യക്തമായ ഒരു മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഏകദേശം 46% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 41%, NDA സ്ഥാനാർത്ഥിക്ക് 14% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് തലശ്ശേരി മണ്ഡലത്തിലേക്ക് പോകാം. LDF സ്ഥാനാർത്ഥിയായ കാരായി രാജനും UDF സ്ഥാനാർത്ഥിയായ KP സാജുവും NDA സ്ഥാനാർത്ഥിയായ O നിതീഷും ഇവിടെ ഏറ്റുമുട്ടുകയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ AN ഷംസീർ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFന് ഈ തലശ്ശേരി നിയമസഭാ മണ്ഡലം നേടിക്കൊടുക്കുകയുണ്ടായി. ഏകദേശം 62% വോട്ട് വിഹിതം അദ്ദേഹത്തിന് നിന്ന് ലഭിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 5 ഘടകങ്ങളാണ് സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ഓരോ ഘടകത്തിലും ഓരോ പാർട്ടികളും എപ്രകാരം തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം. ഈ 5 ഘടകങ്ങളിലും ഇവിടുത്തെ ജനങ്ങൾ LDFനാണ് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. 2-ാം സ്ഥാനം UDFന്. ഇവിടെ NDA 3-ാം സ്ഥാനത്താണ് ഈ എല്ലാ ഘടകങ്ങളിലും. ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് സെമിയോട്ടിക്ക നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുന്നു. തലശ്ശേരി 2026 ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു LDFന് വ്യക്തമായ മുന്നേറ്റമാണ് നമ്മൾ കാണുന്നത്. LDF ഏകദേശം 57% വോട്ട് വീതം നേടി ജയിക്കുവാനാണ് സാധ്യത. UDFന് 28%, NDAക്ക് 15% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു നിയമസഭാ മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു എവരിവൺ.